അധ്യായം 12. രാജ്യം വിഭജിക്കപ്പെടുന്നു. ഇസ്രായേൽ ജനം തന്നെ രാജാവാക്കുന്നതിന് ഷെക്കേമിൽ സമ്മേളിച്ചതിനാൽ റഹോബോവാം അവിടെ വന്നു. നെബാത്തിന്റെ പുത്രനായ ജെറോബോവാം ഇത് കേട്ടയുടനെ ഈജിപ്തിൽ നിന്ന് മടങ്ങിയെത്തി. സോളമൻ രാജാവിൽ നിന്ന് ഓടിച്ചോടിയ അവൻ ഇതുവരെ ഈജിപ്തിലായിരുന്നു. ഇസ്രായേൽ ജനം അവനെ ആളയച്ചു വരുത്തി. ജെറോബോവാമും ഇസ്രായേൽ ജനവും റഹോബോവാമിൻ്റെ അടുത്തു വന്നു പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ചൊരു ഭാരമേറിയ നുകമാണ്. ഞങ്ങളുടെ ജോലിയുടെ കാഠിന്യവും അവൻ വെച്ച നുകത്തിൻ്റെ ഭാരവും അങ്ങ് ലഘൂകരിക്കണം. ഞങ്ങൾ അങ്ങയെ സേവിക്കാം. അവൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ പോകുവിൻ, 3 ദിവസം കഴിഞ്ഞു വരുവിൻ. ജനം മടങ്ങിപ്പോയി. റഹോബോവാം തൻ്റെ പിതാവായ സോളമൻ രാജാവിൻ്റെ വൃദ്ധരായ ഉപദേശകന്മാരോട് ആലോചിച്ചു, ജനത്തിന് എന്ത് ഉത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവൻ പറഞ്ഞു, അങ്ങ് അവർക്ക് വഴങ്ങി അവരെ സേവിക്കുകയും അവർക്ക് ദയാപൂർവ്വം മറുപടി നൽകുകയും ചെയ്താൽ അവരെന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും. മുതിർന്നവരുടെ ഉപദേശം നിരസിച്ച് അവൻ തന്നോടൊത്ത് വളർന്ന പാർശ്വവർത്തികളായ യുവാക്കന്മാരോട് ആലോചിച്ചു. അവൻ അവരോട് ചോദിച്ചു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ച നുകം ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ജനത്തിന് എന്തു മറുപടി നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവനോടൊപ്പം വളർന്നു വന്ന ആ യുവാക്കൾ പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകത്തിൻ്റെ ഭാരം കൂട്ടി, അങ്ങത് കുറച്ചു തരണം എന്ന് പറഞ്ഞ ഈ ജനത്തോട് പറയുക, എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ മുഴുപ്പുള്ളതാണ്. അവൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വെച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. അവൻ നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു, ഞാൻ മുൾച്ചാട്ട കൊണ്ടടിക്കും. രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ജെറോബോവാമും ജനവും 3-ാം ദിവസം റഹോബോവാമിൻ്റെ അടുക്കൽ വന്നു. മുതിർന്നവർ നൽകിയ ഉപദേശം അവഗണിച്ച് രാജാവ് ജനത്തോട് പരുഷമായി സംസാരിച്ചു. യുവാക്കളുടെ ഉപദേശമനുസരിച്ച് അവൻ പറഞ്ഞു, എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വെച്ചു, ഞാനതിൻ്റെ ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ട് അടിച്ചു, ഞാൻ മുൾച്ചാട്ട കൊണ്ടടിക്കും. രാജാവ് ജനത്തിൻ്റെ അപേക്ഷ കേട്ടില്ല. നെബാത്തിൻ്റെ മകനായ ജെറോബോവാമിനോട് ഷിലോന്യനായ അഹിയ മുഖേന ദൈവമായ കർത്താവ് അരുളി ചെയ്തത് നിറവേറ്റുന്നതിനാണ് ഇപ്രകാരം സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കിയത്. രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് കണ്ട് ജനം പറഞ്ഞു, ദാവീദുമായി ഞങ്ങൾക്ക് എന്തു ബന്ധം? ജസ്സയുടെ പുത്രനിൽ ഞങ്ങൾക്ക് എന്തവകാശം? ഇസ്രായേലെ, കൂടാരങ്ങളിലേക്ക് മടങ്ങുക. ദാവീദേ, നീ നിന്റെ കുടുംബം നോക്കിക്കൊള്ളുക. അനന്തരം ഇസ്രായേൽ ജനം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. റഹോബോവാം യൂദാ നഗരങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ വാഴ്ച നടത്തി. അവൻ അടിമവേലകളുടെ മേൽനോട്ടക്കാരനായ അദോറാമിൻ്റെ ഇസ്രായേലിലേക്ക് അയച്ചു. ഇസ്രായേൽ ജനം അവനെ കല്ലെറിഞ്ഞു കൊന്നു. ജെറുസലേമിലേക്ക് പലായനം ചെയ്യാൻ റഹോബോവാം രാജാവ് അതിവേഗം തൻ്റെ രഥത്തിൽ കയറി. അങ്ങനെ ഇസ്രായേൽ ദാവീദിൻ്റെ ഭവനത്തോട് ഇന്നും കലഹത്തിലാണ്. ജെറോബോവാം മടങ്ങി വന്നെന്ന് കേട്ടപ്പോൾ ഇസ്രായേൽ ജനം ഒരുമിച്ച് കൂടി അവനെ വരുത്തി ഇസ്രായേലിൻ്റെ രാജാവാക്കി. യൂദായുടെ ഗോത്രമൊഴികെ മറ്റൊന്നും ദാവീദിൻ്റെ ഭവനത്തെ അനുഗമിച്ചില്ല. സോളമൻ്റെ പുത്രൻ റഹോബോവാം ജെറുസലേമിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തത് രാജ്യം വീണ്ടെടുക്കാൻ യൂദായുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് യുദ്ധവീരന്മാരായ 1,80,000 പേരെ ശേഖരിച്ചു. എന്നാൽ പ്രവാചകനായ ഷെമായോട് ദൈവം അരുളി ചെയ്തു, യൂദായിലെ രാജാവും സോളമൻ്റെ മകനുമായ റഹോബോവാമിനോടും യൂദായുടെയും ബെഞ്ചമിൻ്റെയും ഭവനങ്ങളോടും മറ്റു ജനത്തോടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ മുൻപോട്ട് പോകരുത്. നിങ്ങളുടെ സഹോദരരായ ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്യരുത്. വീടുകളിലേക്ക് മടങ്ങുവേൻ. ഞാനാണ് ഇത് പറയുന്നത്. കർത്താവിൻ്റെ വാക്ക് കേട്ട് അവർ മടങ്ങിപ്പോയി. ജെറോബോവാം കർത്താവിൽ നിന്ന് അകലുന്നു. ജെറോബോവാം എഫ്രായിം മലനാട്ടിൽ ഷെക്കേം ബലിഷ്ഠമാക്കി അവിടെ വസിച്ചു. പിന്നീട് അവിടെ നിന്ന് പോയി പെനുവേലും ബലിഷ്ഠമാക്കി. അവൻ ആത്മഗതം ചെയ്തു. ദാവീദിൻ്റെ ഭവനത്തിലേക്ക് രാജ്യം തിരികെ പോകും. ഈ ജനം ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിൽ ബലിയർപ്പിക്കാൻ പോയാൽ യൂദാ രാജാവായ റഹോബോവാമിൻ്റെ നേർക്ക് അവരുടെ മനസ്സ് തിരിയുകയും അവർ എന്നെ വധിച്ചതിന് ശേഷം അവനെ അനുഗമിക്കുകയും ചെയ്യും. അതിനാൽ രാജാവ് ഒരു ഉപായം കണ്ടുപിടിച്ചു. സ്വർണം കൊണ്ട് 2 കാളക്കുട്ടിയെ നിർമ്മിച്ചിട്ട് അവൻ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേമിലേക്ക് പോകേണ്ട. ഇസ്രായേൽ ജനമേ,
ഇതാ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ദേവന്മാർ. അവൻ അവയിലൊന്നിനെ ബഥേലിലും ഒന്നിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഇത് പാപമായി തീർന്നു. ബഥേലിലെയും ദാനിലെയും പ്രതിഷ്ഠകളുടെ അടുത്തേക്ക് ജനം പോയിക്കൊണ്ടിരുന്നു. അവൻ പൂജാഗിരികൾ ഉണ്ടാക്കി ലേവി ഗോത്രത്തിൽപ്പെടാത്തവരെ പുരോഹിതന്മാരാക്കി. യൂദായിൽ ആഘോഷിച്ചിരുന്ന തിരുനാളിന് തുല്യമായി ജെറോബോവാം 8-ാം മാസം 15-ാം ദിവസം ഒരു ഉത്സവം ഏർപ്പെടുത്തി. ബലിപീഠത്തിൽ അവൻ ബലിയർപ്പിച്ചു. താൻ നിർമ്മിച്ച കാളക്കുട്ടികൾക്ക് ബഥേലിൽ അവൻ ഇപ്രകാരം ബലിയർപ്പിച്ചു. പൂജാഗിരികളിൽ നിയമിച്ചിരുന്ന പുരോഹിതന്മാരെ ബഥേലിൽ നിയമിച്ചു. അവൻ 8-ാം മാസം 15-ാം ദിവസം സ്വാഭിഷ്ടപ്രകാരം നിശ്ചയിച്ച ദിവസം ജനത്തിന് ഒരു ഉത്സവം ഏർപ്പെടുത്തുകയും ബഥേലിൽ താൻ പണിയിച്ച ബലിപീഠത്തിൽ ധൂപാർച്ചന ചെയ്തിരുന്നതിന് ചെല്ലുകയും ചെയ്തു. അധ്യായം 13. ബഥേലിനെതിരെ പ്രവചനം. ജെറോബോവാം ധൂപാർപ്പണത്തിന് ബലിപീഠത്തിനരികെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഒരു ദൈവപുരുഷൻ യൂദയായിൽ നിന്ന് ബഥേലിൽ വന്നു. കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ ബലിപീഠത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, അല്ലയോ ബലിപീഠമേ, കർത്താവ് അരുളി ചെയ്യുന്നു, ദാവീദിൻ്റെ ഭവനത്തിൽ ജോസിയ എന്ന ഒരു പുത്രൻ ജനിക്കും. നിന്റെ മേൽ ധൂപാർപ്പണം നടത്തുന്ന പൂജാഗിരിയിലെ പുരോഹിതന്മാരെ അവൻ നിന്റെ മേൽ വെച്ച് ബലിയർപ്പിക്കും. മനുഷ്യാസ്തികൾ നിന്റെ മേൽ ഹോമിക്കും. അന്ന് തന്നെ ഒരടയാളം കാണിച്ചുകൊണ്ട് അവൻ തുടർന്നു, കർത്താവാണ് സംസാരിച്ചത് എന്നതിൻ്റെ അടയാളം ഇതാണ്. ഇതാ ഈ ബലിപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം ഊർന്നു വീഴും. ദേവപുരുഷൻ ബഥേലിലെ ബലിപീഠത്തിനെതിരെ പ്രഖ്യാപിച്ചത് കേട്ട് ജെറോബോവാം പീഠത്തിനരികെ നിന്ന് കൈനീട്ടിക്കൊണ്ട് അവനെ പിടിക്കാൻ കൽപ്പിച്ചു. അപ്പോൾ അവൻ്റെ കരം മരവിച്ച് മടക്കാൻ കഴിയാതെയായി. കർത്താവിൻ്റെ കൽപ്പനയാൽ ദേവപുരുഷൻ കൊടുത്ത അടയാളമനുസരിച്ച് ബലിപീഠം പിളർന്ന് ചാരം ഊർന്നു വീണു. രാജാവ് അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനോട് എനിക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കുക. അവിടുന്ന് എൻ്റെ കരം സുഖപ്പെടുത്തട്ടെ. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. രാജാവിൻ്റെ കരം പഴയപടിയായി. രാജാവ് അവനോട് പറഞ്ഞു, നീ എന്നോടുകൂടെ കൊട്ടാരത്തിൽ വന്ന് സത്കാരം സ്വീകരിക്കുക. ഞാൻ നിനക്കൊരു സമ്മാനം തരാം. അവൻ പ്രതിവചിച്ചു, നിന്റെ കൊട്ടാരത്തിൻ്റെ പകുതി തന്നാലും ഞാൻ വരികയില്ല. ഇവിടെ വെച്ച് ഞാൻ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയില്ല. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്യരുതെന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അവൻ ബഥേലിൽ നിന്ന് വന്ന വഴിയല്ലാതെ മറ്റൊരു വഴിക്ക് മടങ്ങിപ്പോയി. അക്കാലത്ത് ബഥേലിൽ ഒരു വൃദ്ധപ്രവാചകൻ ഉണ്ടായിരുന്നു. അവൻ്റെ പുത്രന്മാർ വന്ന് ദൈവപുരുഷൻ ചെയ്ത കാര്യങ്ങളും രാജാവിനോട് പറഞ്ഞ വിവരങ്ങളും പിതാവിനെ അറിയിച്ചു. അവൻ അവരോട് ചോദിച്ചു, ഏതു വഴിക്കാണ് അവൻ പോയത്? യൂദയായിൽ നിന്നുള്ള ദൈവപുരുഷൻ പോയ വഴി പുത്രന്മാർ അവനു കാട്ടിക്കൊടുത്തു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയ്ക്ക് ജീനിയിടുവിൻ. അവർ ജീനിയിട്ടു. അവൻ കഴുതപ്പുറത്ത് കയറി. ദൈവപുരുഷൻ പോയ വഴിയെ അവൻ തിരിച്ചു. ഒരു ഓക്ക് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അവൻ ഇരിക്കുന്നത് കണ്ടു. ചോദിച്ചു, അങ്ങാണോ യൂദയായിൽ നിന്ന് വന്ന ദൈവപുരുഷൻ? ഞാൻ തന്നെ, അവൻ പ്രതിവചിച്ചു. അങ്ങ് എന്നോടൊപ്പം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് അവൻ ദൈവപുരുഷനോട് പറഞ്ഞു. അവൻ പ്രതിവചിച്ചു, എനിക്ക് അങ്ങയുടെ കൂടെ വരാനോ വീട്ടിൽ കയറാനോ ഇവിടെ വെച്ച് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനോ പാടില്ല. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്യരുതെന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വൃദ്ധൻ പറഞ്ഞു, ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാണ്. ദൂതൻ വഴി കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ അവനെ നീ വീട്ടിൽ കൊണ്ടുവരിക. അവൻ പറഞ്ഞത് വ്യാജമായിരുന്നു. ദേവപുരുഷൻ അവനോടൊപ്പം വീട്ടിൽ ചെന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അവൻ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ദേവപുരുഷനെ വിളിച്ചുകൊണ്ടുവന്ന പ്രവാചകൻ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അവൻ യൂദയായിൽ നിന്ന് വന്ന ദേവപുരുഷനോട് ഉച്ചത്തിൽ പറഞ്ഞു, നീ കർത്താവിൻ്റെ വചനം ശ്രവിച്ചില്ല. കർത്താവായ ദൈവം നിന്നോട് കൽപ്പിച്ചതുപോലെ നീ പ്രവർത്തിച്ചതുമില്ല. നീ തിരിച്ചു വരികയും ഭക്ഷണപാനീയങ്ങൾ കഴിക്കരുതെന്ന് അവിടുന്ന് കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നീ ഭക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിന്റെ ജഡം നിന്റെ പിതാക്കന്മാരോട് കൂടെ സംസ്കരിക്കപ്പെടുകയില്ലെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഭക്ഷണത്തിനു ശേഷം അവൻ താൻ കൂട്ടിക്കൊണ്ടുവന്ന ദേവപുരുഷനു വേണ്ടി കഴുതയ്ക്ക് ജീനിയിട്ടു. മാർഗമധ്യേ ഒരു സിംഹം എതിരെ വന്ന് അവനെ കൊന്നു. ജഡത്തിനരികെ സിംഹവും കഴുതയും നിന്നു. വഴിപോക്കർ നിരത്തിൽ കിടക്കുന്ന ജഡവും അരികിൽ നിൽക്കുന്ന സിംഹത്തെയും കണ്ടു. അവർ വൃദ്ധപ്രവാചകൻ വസിക്കുന്ന പട്ടണത്തിൽ ചെന്ന് വിവരമറിയിച്ചു. അവനെ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകൻ ഇത് കേട്ട് പറഞ്ഞു, കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ച ദേവപുരുഷൻ തന്നെ അവൻ. കർത്താവ് അരുളി ചെയ്തതുപോലെ അവനെ സിംഹത്തിന് വിട്ടുകൊടുക്കുകയും അത് അവനെ ചിന്തിക്കളയുകയും ചെയ്തു.
അവൻ മക്കളോട് പറഞ്ഞു, കഴുതയ്ക്ക് ജീനിയിടുവിൻ. അവർ അങ്ങനെ ചെയ്തു. അവൻ ചെന്ന് ദൈവപുരുഷന്റെ ജഡം വഴിയിൽ കിടക്കുന്നതും അതിനരികെ കഴുതയും സിംഹവും നിൽക്കുന്നത് കണ്ടു. സിംഹം ജഡം ഭക്ഷിക്കുകയോ കഴുതയെ ആക്രമിക്കുകയോ ചെയ്തില്ല. ദുഃഖാചരണത്തിനും സംസ്കാരത്തിനുമായി വൃദ്ധപ്രവാചകൻ ജഡം കഴുതപ്പുറത്ത് വെച്ച് പട്ടണത്തിൽ കൊണ്ടുവന്നു. അവൻ തൻ്റെ സ്വന്തം കല്ലറയിൽ അവനെ സംസ്കരിച്ചു. അയ്യോ സഹോദരാ എന്ന് വിളിച്ച് അവൻ വിലപിച്ചു. അനന്തരം അവൻ പുത്രന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ ദൈവപുരുഷനെ അടക്കിയ കല്ലറയിൽ തന്നെ എന്നെയും സംസ്കരിക്കണം. എൻ്റെ അസ്ഥികൾ അവൻ്റെ അസ്ഥിക്കരികെ നിക്ഷേപിക്കുക. ബഥേലിലെ ബലിപീഠത്തിനും സമര്യായിലെ പട്ടണങ്ങളിലുള്ള പൂജാഗിരികൾക്കുമെതിരായി കർത്താവിൻ്റെ കൽപ്പന പോലെ അവൻ പറഞ്ഞ കാര്യങ്ങൾ നിശ്ചയമായും സംഭവിക്കും. ജെറൊബോവാം അധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. എല്ലാ ജനവിഭാഗങ്ങളിലും നിന്ന് പൂജാഗിരികളിൽ പുരോഹിതന്മാരെ നിയമിച്ചു. ആഗ്രഹിച്ചവരെയൊക്കെ അവൻ പുരോഹിതന്മാരാക്കി. ഭൂമുഖത്തുനിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടത്തക്ക വിധം ജെറൊബോവാമിൻ്റെ ഭവനത്തിന് ഇത് പാപമായി തീർന്നു. അധ്യായം 14. ജെറൊബോവാമിന് ശിക്ഷ. അക്കാലത്ത് ജെറൊബോവാമിൻ്റെ മകൻ അബിയ രോഗബാധിതനായി. ജെറൊബോവാം ഭാര്യയോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് എൻ്റെ ഭാര്യയാണെന്ന് അറിയാത്ത വിധം വേഷം മാറി ശിലോയിലേക്ക് പോവുക. ഈ ജനത്തിന് ഞാൻ രാജാവായിരിക്കണമെന്ന് പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെയുണ്ട്. 10 അപ്പവും കുറെ അടയും 1 ഭരണി തേനുമായി നീ അവൻ്റെ അടുക്കൽ ചെല്ലുക. കുട്ടികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അവൻ പറയും. അങ്ങനെ അവൾ ശീലോയിൽ അഹിയായുടെ വസതിയിലെത്തി. വാർദ്ധക്യ നിമിത്തം കണ്ണ് മങ്ങിയിരുന്നതിനാൽ അവന് കാണാൻ സാധിച്ചില്ല. ജെറൊബോവാമിൻ്റെ ഭാര്യ തൻ്റെ രോഗിയായ പുത്രനെക്കുറിച്ച് ചോദിക്കാൻ വരുമെന്നും അവളോട് എന്ത് പറയണമെന്നും കർത്താവ് അഹിയായെ അറിയിച്ചു. വേറൊരുവളായി ഭാവിച്ചുകൊണ്ടാണ് അവൾ ചെന്നത്. എന്നാൽ അവൾ വാതിൽ കടന്നപ്പോൾ കാൽപെരുമാറ്റം കേട്ടിട്ട് അഹിയ പറഞ്ഞു, ജെറൊബോവാമിൻ്റെ ഭാര്യ അകത്ത് വരും. നീ വേറൊരുവളായി നടിക്കുന്നതെന്തിന്? ദുസ്സഹമായ വാർത്ത നിന്നെ അറിയിക്കാൻ ഞാൻ നിയുക്തനായിരിക്കുന്നു. നീ ചെന്ന് ജെറൊബോവാമിനോട് പറയുക, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിനെ നായകനാക്കി. ദാവീദിൻ്റെ ഭവനത്തിന് നിന്ന് രാജ്യം പറിച്ചെടുത്ത് ഞാൻ നിനക്ക് തന്നു. നീയാകട്ടെ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും എൻ്റെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്തത് പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അനുഗമിക്കുകയും ചെയ്ത എൻ്റെ ദാസൻ ദാവീദിനെ പോലെയല്ല. മാത്രമല്ല, എൻ്റെ മുൻഗാമികളെക്കാൾ അധികം തിന്മ നീ പ്രവർത്തിച്ചു. നീ അന്യദേവന്മാരെയും വാർപ്പ് വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ കോപിപ്പിച്ചു. എന്നെ പുറന്തള്ളുകയും ചെയ്തു. ആകയാൽ ജെറൊബോവാമിൻ്റെ കുടുംബത്തിന് ഞാൻ നാശം വരുത്തും. ഇസ്രായേൽ ജെറൊബോവാമിനുള്ള അടിമകളും സ്വതന്ത്രരുമായ പുരുഷന്മാരെല്ലാം ഞാൻ വിച്ഛേദിക്കും. ജെറൊബോവാമിൻ്റെ കുടുംബത്തെ ചപ്പുചവറുകൾ എരിച്ചു കളയുന്നത് പോലെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കും. ജെറൊബോവാമിൻ്റെ ബന്ധുക്കളിൽ ആരെയെങ്കിലും പട്ടണത്തിൽ വെച്ച് മരിച്ചാൽ അവരെ നായ്ക്കളും വെളിമ്പ്രദേശത്ത് വെച്ച് മരിച്ചാൽ ആകാശത്തിലെ പറവകളും ഭക്ഷിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്തത്. എഴുന്നേറ്റ് വീട്ടിൽ പോവുക. നീ പട്ടണത്തിൽ കാല് കുത്തുമ്പോൾ കുട്ടി മരിക്കും. ഇസ്രായേൽ ജനം ദുഃഖം ആചരിക്കുകയും അവനെ സംസ്കരിക്കുകയും ചെയ്യും. ജെറൊബോവാമിൻ്റെ കുടുംബത്തിൽ അവൻ മാത്രമേ കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയുള്ളൂ. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ജെറൊബോവാമിൻ്റെ സന്തതികളിൽ അവനിൽ മാത്രം അല്പം നന്മ കണ്ടിരിക്കുന്നു. കർത്താവ് ഇസ്രായേലിൽ ഒരു രാജാവിനെ ഉയർത്തും. അവൻ ജെറൊബോവാമിൻ്റെ ഭവനത്തെ ഉന്മൂലനം ചെയ്യും. ഇസ്രായേൽ അക്ഷരപ്രതിഷ്ഠകൾ സ്ഥാപിച്ച് കർത്താവിനെ പ്രകോപിപ്പിച്ചതിനാൽ വെള്ളത്തിൽ ഞാങ്ങണ ആടുന്നത് പോലെ അവിടുന്ന് അവരെ അടിച്ചു ഉലയ്ക്കുകയും താൻ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ഒരു നല്ല ദേശത്തു നിന്ന് അവരെ ഉന്മൂലനം ചെയ്ത് യൂഫ്രട്ടീസ് നദിക്കപ്പുറം ചിതറിച്ചു കളയുകയും ചെയ്യും. പാപം സ്വയം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്ത ജെറൊബോവാം നിമിത്തം കർത്താവ് ഇസ്രായേലിനെ കൈവിടിയും. ജെറൊബോവാമിൻ്റെ ഭാര്യ തിർസായിലേക്ക് മടങ്ങി. അവൾ കൊട്ടാരത്തിൻ്റെ പൂമുഖത്തെത്തിയപ്പോൾ കുട്ടി മരിച്ചു. കർത്താവ് തൻ്റെ ദാസനായ അഹിയ പ്രവാചകനിലൂടെ അരുളി ചെയ്തതുപോലെ ഇസ്രായേൽ ജനം അവനെ സംസ്കരിച്ച് ദുഃഖം ആചരിച്ചു. ജെറൊബോവാമിൻ്റെ മരണം. ജെറൊബോവാമിൻ്റെ യുദ്ധങ്ങളും ഭരണവും ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെറൊബോവാം 22 വർഷം രാജ്യം ഭരിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു. മകൻ നാദാബ് രാജാവായി. സോളമൻ്റെ മകൻ റഹോബോവാമാണ് യൂദയായിൽ വാണിരുന്നത്. ഭരണമേൽക്കുമ്പോൾ അവന് 41 വയസ്സായിരുന്നു. കർത്താവ് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് തനിക്കായി തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തിൽ അവൻ 17 വർഷം ഭരിച്ചു. അവൻ്റെ അമ്മ അമോന്യ സ്ത്രീയായ നാമ ആയിരുന്നു. യൂദ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു.
അവർ പാപം ചെയ്ത് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ കൂടുതൽ അവിടുത്തെ കോപിപ്പിച്ചു. അവർ പൂജാഗിരികളും സ്തംഭങ്ങളും ഉണ്ടാക്കി. എല്ലാ കുന്നുകളുടെയും മുകളിലും എല്ലാ വൃക്ഷങ്ങളുടെയും ചുവട്ടിലും ആശേര പ്രതിഷ്ഠകൾ സ്ഥാപിക്കുകയും ചെയ്തു. ദേവപ്രീതിക്ക് വേണ്ടിയുള്ള ആൺവേശ്യ സമ്പ്രദായവും അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് ഇസ്രായേൽ ജനത്തിന് മുൻപിൽ നിന്ന് ആട്ടിയകറ്റിയ ജനതകളുടെ എല്ലാ മ്ലേച്ഛതകളിലും അവർ മുഴുകി. റഹോബോവാമിൻ്റെ വാഴ്ചയുടെ 5-ാം വർഷം ഈജിപ്തിലെ രാജാവായ ഷിഷാക്ക് ജെറുസലേമിനെ ആക്രമിച്ചു. ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികൾ സോളമൻ നിർമ്മിച്ച സുവർണ പരിചകളും അവൻ കവർന്നെടുത്തു. എല്ലാം അവൻ കൊണ്ടുപോയി. റഹോബോവാം അവയ്ക്ക് പകരം ഓട്ടുപരിചകൾ നിർമ്മിച്ച് കൊട്ടാരത്തിലെ കാവൽപ്പട തലവന്മാരെ ഏൽപ്പിച്ചു. രാജാവ് ദേവാലയം സന്ദർശിക്കുമ്പോഴെല്ലാം അകമ്പടിക്കാർ അവ വഹിക്കുകയും പിന്നീട് കാവൽപ്പുരയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു പോന്നു. റഹോബോവാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. റഹോബോവാമും ജെറോബോവാമും നിരന്തരം പൊരുതിക്കൊണ്ടിരുന്നു. റഹോബോവാം മരിച്ച് തൻ്റെ പിതാക്കന്മാരോട് കൂടെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. അമ്മോന്യനായ നാമ ആയിരുന്നു അവൻ്റെ അമ്മ. അവൻ്റെ മകൻ അബിയായും ഭരണമേറ്റു.